മീൻ അടിച്ചിട്ടുണ്ട്. നല്ല ഹെവി സാധനം. അടിപൊളി. നമുക്ക് ഇവനെ കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, പോസ് ചെയ്ത് ശരി. അയ്യോ, അടിച്ച് ഫസ്റ്റ് കാസ്റ്റിങ് മീൻ അടിച്ച്. ഞാൻ എറിഞ്ഞെടുത്തല്ല മീൻ അടിച്ച്. എടാ മീൻ അടിച്ചോ. എടാ ഞാൻ കണ്ടില്ലടോ. നമുക്ക് ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീൻ അടിച്ചിട്ടുണ്ട്. ക്യാമറ എടുത്ത് തലയിലോട്ട് വെച്ച് ഓൺ ആക്കുകയില്ല, അതിനിപ്പുറം മീൻ അടിച്ചു. ഇതുണ്ട് ഇവിടെ. അത് ചേറാനാണോ എടാ അടിച്ച്. നമ്മുടെ രണ്ടാമത്തെ മീൻ വരുന്നുണ്ട്. രണ്ടാമത്തെ ൈസാണ്. നമ്മൾ വെറൈറ്റി സ്ഥലത്ത് വന്നിട്ടോ. ഫുള്ള് കാടാണ്, കാട്ടികളുള്ള മുള്ളും കാടുകളും തിരക്കം പോകുന്നുണ്ട്. ഇത് കാടാണ്, ഇഷ്ടമുണ്ട്, മുള്ളാണ്ടോ. എൻ്റെ പൊന്നോ, അയ്യാ ഫോണിൽ പിടിച്ച് ഫോണിൽ പറഞ്ഞു. അടിപൊളി. പിന്നെ ഫൈനലി നമ്മൾ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. വന്ന വഴി ഇതാണ്ടോ. എൻ്റെ മോനെ, ഇതാണ് വന്ന വഴി. ഏറ്റ കാടാണ് കേട്ടോ. കാട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവറേജ് സ്ഥലമുണ്ട് കാസ്റ്റിങ്ങിനൊക്കെ. അയ്യോ, ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ആരും ഒറ്റയ്ക്കൊന്നും വരില്ല കേട്ടോ. ഒന്നെങ്കിൽ 2-3 പേരൊക്കെ കൂടി വരാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പൊക്കെ ഇഷ്ടം പോലെ വന്നു ഇവിടെ കേട്ടോ. പാമ്പ്, നീറുനായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് കഴിഞ്ഞാൽ അനക്കം തട്ടാത്ത, അധികം ആളനക്കമൊന്നും ഇല്ലാത്ത ഏരിയയിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കണ്ടാ. ഇടുക്ക് ലൊക്കേഷൻ ഒന്നും പറയാനില്ല. ഹായ് ഗൈസ്, എന്നാണ്ടേ നമ്മൾ അടിപൊളി ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതണ്ട, ഇതാണ് സൈറ്റ്. കണ്ടേ, 2 സൈഡിലും വെള്ളം കേട്ടോ. കണ്ടോ, അടിപൊളി ലൊക്കേഷൻ, ഒന്നും പറയല്ല, അടിപൊളി. മീനിൻ്റെയൊക്കെ ആക്ടിവിറ്റി നല്ലപോലെ കാണുന്നുണ്ട് നിങ്ങൾ. ഇനി അടിക്കോ ഇല്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടും. അപ്പോൾ നേരെ കാസ്റ്റിങ്ങിലോട്ട് പോയേക്കാം. അപ്പോൾ എന്ത് കിട്ടുമോ നോക്കാം കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ വാഹ, നിങ്ങൾ അന്വേഷിച്ചപ്പോൾ വാഹ, ചേറുമീനൊക്കെ ഉണ്ടെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ആൾക്കാരൊക്കെ വന്ന് കാസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു വിടാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ലൊക്കേഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ. അയ്യോ, ഫസ്റ്റിലെ കാട്ടിലാണല്ലേ. എടാ ചതിച്ചടാ, മഴ പെയ്താ. മഴയാണോ അതോ കൊമ്മളയാണോ? ലൗഡായിരുന്നു. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് പക്ഷേ ഈ ലൈൻ എനിക്കൊരു പേടിയുണ്ട്. നമ്മളിവിടെ കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ നല്ലപോലെ മറിയുന്നുണ്ട്. എന്ത് മീനാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എല്ലാ ടൈപ്പും കാണുമായിരിക്കും. എന്തെങ്കിലും ഒരെണ്ണം അടിക്കാൻ മതി. വരാലൊഴിച്ച് ബാക്കി എന്തും അടിച്ചാലും കുഴപ്പമില്ല. കാരണം വരാൽ ഞങ്ങളുണ്ട്. വരാൽ ഞങ്ങൾ അവിടുന്ന് വിളിച്ചോളാം. കണ്ട് ഇന്ന് പൊലിക്കുന്ന് പാണ്ടാരടങ്ങാനൊക്കെ ഉണ്ട്. ഇന്ന് മേടിച്ച് മാരിക്കുന്നു.
ഓ ചാകര വന്ന് ചാകര ചാകര. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എന്തൊക്കെയാ നടക്കുന്നത്? ആ എനിക്കറിയത്തില്ല, നീ പറ. നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സ്ട്രൈക്കൊക്കെ എടുക്കാൻ വിട്ടുപോയി, ക്യാമറ ഓണല്ലായിരുന്നു. ചേറ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ചേറാനാട്ടോ. അടിച്ചേക്കുന്ന ഫ്രോഗ് പോയിസണല്ല അടിച്ചേക്കുന്നത്. ഇതുണ്ടോ ഫ്രോഗ് ലൈനെ മേളിൽ കയറി വന്നു. ഒരു 1 kg ഉള്ളൊരു സൂപ്പർ ഒരു ചേറ. നമ്മൾ പ്രതീക്ഷിച്ചില്ല അടിക്കുന്ന കേട്ടോ, അതുകൊണ്ട് ക്യാമറയൊന്നും വെച്ചില്ല. 1 kg ഉള്ളൊരു ഇടുക്കാച്ചി ചേറാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നമുക്ക് ഇവനെ കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, പോസ് ചെയ്ത് ശരി. പൈസാണ്ട് നമുക്ക് ചേറാൻ അടിച്ചാണ്ടോ. അടിച്ചേക്കുന്ന ഫ്രോഗ് കണ്ടല്ലോ, പോയിസണല്ല അടിച്ചേക്കുന്നത്. അതിൻ്റെ ഹുക്ക് കാണാൻ ഈ കയ്യിലടിക്കുന്നത്. ഫ്രോഗ് ലൈനെ കൂടെ ഫുള്ള് കയറി വന്നു കേട്ടോ. നല്ലൊരിതാണ്, റബ്ബർ കയറത്തില്ല കേട്ടോ. നല്ലൊരു ഫ്രോഗിൻ്റെ നല്ലൊരു വശമാണ്. ഫ്രോഗെല്ലാം പഴയ പടുതിയാക്കുക, കാസ്റ്റ് സിമ്പിളായിട്ടോ. ജസ്റ്റ് വലിച്ചാൽ മതി, സംഭവം പഴയ പടുതിയാക്കുക. പാടൊന്നുമില്ല, സിമ്പിൾ. അത്രേ ഉള്ളൂ. നൈസായിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയല്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയല്ല. ഹാൻഡ് മെയ്ഡ് ഫ്രോ ആണ്, അറിയാമല്ലേ. പോയിസൺ നാളെ കാസ്റ്റ് ചെയ്യുന്നുള്ളൂ. വയസ്സാണ്ട് നമ്മൾ മഴയൊക്കെ പെയ്ത് നമ്മുടെ പാടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് കാസ്റ്റിംഗ് നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അയ്യോ അടിച്ച്, ഫസ്റ്റ് കാസ്റ്റിംഗ് മീൻ അടിച്ച്. ഗൈസ് ഫസ്റ്റ് കാസ്റ്റിംഗ് മീൻ അടിച്ചു കേട്ടോ. പോവില്ലെന്ന് അറിയത്തില്ല. നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട്. അമ്പോ ചപ്പിനകത്ത് കയറിയടോ. ഗൈസ് ചപ്പിനകത്ത് കയറി കേട്ടോ. അധികം പിടിക്കാൻ പറ്റത്തില്ല, എവിടെ ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരി ടാസ്ക് പിടിച്ച ഏരിയ. എടാ കൈ നിന്ന് സ്റ്റിക്ക് പോടാ, ഞാൻ ഹുക്കപ്പ് കൊടുത്തോ. കൈ നിന്ന് സ്റ്റിക്ക് പോയി. ഞാൻ ഹുക്കപ്പ് കൊടുത്തപ്പോഴത്തേനെ വെറുതെടാ വന്നിട്ടാടാ വന്നിട്ട. അയ്യോ വീണ്ടും ഉടക്കടാ. വന്ന് വയസ്സ് വന്ന്. പിന്നെ ഫസ്റ്റ് നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി വയസ്സുണ്ട്. നമുക്ക് കിട്ടിയ ഫസ്റ്റ് നാടൻ കേട്ടോ. അടിപൊളി നാടൻ. അടിച്ചേക്കുന്ന ഫ്രോഗ് ഉണ്ട്. ബ്രാവോടെ പാണ്ടല അടിച്ചേക്കുന്ന കേട്ടോ. കിട് ചെറുക്കാൻ എന്തോ കാണിക്കുന്നത്, നാശമല്ലോ കാണിക്കത്തില്ല. വയസ്സ് നമ്മളെ രണ്ടാമത്തെ മീന് വേണ്ടിയുള്ള ട്രൈ ആണ്. വല്ല അടിക്കാൻ നോക്കാം കേട്ടോ. അടുത്ത കാട്ടുപോയി കളിക്കുന്നതായിരിക്കും. ഞാനും വന്നായിരുന്നു. കിട്ടിയോ? എടാ വീട്ടിൽ കൊണ്ട് ഇവിടെ അരിങ്ങോട്ടായിരുന്നു. ഓ അല്ല
ഞാൻ എറിഞ്ഞെടുത്തേ അല്ല മീനടിച്ച്. എടാ മീനടിച്ചോ, എടാ ഞാൻ കണ്ടില്ലടോ. അവിടെ അല്ലടാ മീനടിച്ച് ഇവിടെ നോക്കണ്ടേ. ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു ചേറാൻ. എടാ ഞാൻ ഈ സെൻറ്ററിൽ മീനടിച്ച്, ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മീനടിച്ച്. ഇത് നോക്കാണ്ട് രണ്ടാമത്തെ മീനടിച്ചിട്ടുണ്ട്, ഒരു ചേറാനെ. വലിയ സൈസൊന്നുമില്ല, ഒരു ആവറേജ് സൈസേ ഉള്ളൂ. കാണിക്കാം. അടിച്ചേക്കുന്നത് പാണ്ടയിലാണ് അടിച്ചേക്കുന്നത്. കാണിക്കാം കേട്ടോ. പാണ്ടയിലടിച്ച സാധനമാണ് ചേറാൻ. കണ്ണ് പോയി ഗൈസ്, കണ്ണിക്കൂടെ ഹുക്ക് കയറിയിരിക്കണം കേട്ടോ. മുത്ത നെറ്റ് എടുത്തടാ. ഭാഗ്യം. രണ്ടാമത്തെ സാധനം നമ്മുടെ. ഞാൻ വല്ല പിടിച്ചേക്കുക, കീറാൻ വയ്യ എനിക്ക്. ഗൈസ് നമുക്ക് ഇതിനെ കൂടെ എടുത്തിട്ടിട്ട് കാസ്റ്റ് ചെയ്യാം കേട്ടോ. ഗൈസാണ് നമുക്ക് വസ്തി കാസിന്ന് മീൻ അടിച്ചിട്ടുണ്ട്. ക്യാമറ എടുത്ത് തലയിലോട്ട് വെച്ച് ഓണാക്കുകയില്ല, അതിനിപ്പുറം മീൻ അടിച്ചു. ഇതുണ്ട് ചുമ്മാ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. വരാൽ നമ്മുടെ നാടൻ വരാൽ. ഫ്രോഗ് വിഴിക്കണോ അടിച്ചേക്കുന്നത്? അടിച്ചേക്കുന്ന ഫ്രോഗ് കാണിക്കാം. ഫ്രോഗ് ഉണ്ടായിരിക്കുന്നത് ബ്രാവോടെ പാണ്ട. ലൈക്ക് അടിപൊളി നാടൻ. എന്തായാലും കൊള്ളാം, നൈസ് പരിപാടിയായിരുന്നു. പുല്ല് ഇവിടോട്ട് ഇട്ടേക്കാവോ, എടുത്തിട്ടേക്കോ. എന്താ കഥ? ഞങ്ങൾ ഇത് ഞാൻ വീഡിയോ പോലും ഓണാക്കിയത്, തലയിലോട്ട് വെച്ചിട്ട് ട്രയൽ എറിഞ്ഞിട്ട് എന്താ വീഡിയോ ഓണാക്കാന്ന് വിചാരിച്ചാൽ. ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് മീൻ പോയി രാവിലെ ഇറങ്ങും. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ തോണ്ട വരാല് പോകുന്നു കണ്ടോ നീ? ഏറെടുത്ത് കണ്ടോ? നമ്മളൊരു മീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവന് അടിക്കുമല്ലെന്ന് അറിയത്തില്ല, സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. ഇങ്ങനെ അടിച്ചാൽ പൊളിയായിരിക്കും. ഇവിടെ അത് ചേറാനാണോ? ഇവിടെ അപ്പുറത്ത് പോയടാ, എടാ വീട്ടിൽ പോയടാ. അയ്യോ കെട്ട് വീണടാ. ഷോ അടേക്കാണ് എടുക്കുന്നത്. അത് കെട്ട് വീണടാ. ആ അല്ലെന്തേലും പറയൂ. എടോ നിങ്ങളുടെ പുതിയ സൈറ്റാണ്. വെള്ളം കയറുമ്പോൾ മാത്രം കിട്ടത്തുള്ളൂ ഈ സൈറ്റ്. ഞങ്ങൾക്ക് ഒരു മീൻ മിസ്സായി തന്നെ. അവിടെ ഉണ്ടോ? അയ്യോ പോയി. അങ്ങനെ അനക്കം കേട്ടപ്പോൾ സൗണ്ട് കിടപ്പോൾ തന്നെ എസ്കേപ്പ് കേട്ടോ. ഞാൻ എറിഞ്ഞപ്പോഴാണ് അതിനെ കണ്ടേ, അല്ല വെച്ചാൽ ഫ്രണ്ടിലോട്ട് കയറ്റി എറിയുള്ളൂ. അത് കൊള്ളാം. ഇല്ല ഞാൻ അവിടെ എറിഞ്ഞ. ജസ്റ്റ് സ്ട്രൈക്ക് വന്നിട്ട് പോടാ, സ്ട്രൈക്ക് വന്നിട്ട്. എനിക്ക് ഞാൻ നിഴല് പോലെയാണ് കണ്ടായിരുന്നേ. എയറെടുക്കാൻ ഇങ്ങനെ കിളന്ന് വരുമായിരുന്നു.
അടിച്ചു. ഏകദേശം നമ്മുടെ രണ്ടാമത്തെ മീൻ വരുന്നുണ്ട്. രണ്ടാമത്തെ കമോൺ നമ്മുടെ രണ്ടാമത്തെ നാടൻ കണ്ടല്ലേ. കണ്ട നമുക്ക് രണ്ടാമത്തെ സാധനം അടിച്ചിട്ടുണ്ട്. കിടുക്കാച്ചി സാധനം കണ്ട് കാണിക്കാം. രണ്ടാമത്തെ അടിച്ചേക്കുന്നത് ബ്രാവോടെ പാണ്ടലാട്ടോ. ബ്രാവോടെ പാണ്ടയിൽ തന്നെയാണ് അടിച്ചേക്കുന്നത്. കണ്ടോ മായതും പിടിച്ചതിനെ കളിച്ചൊരു സൈസ് ഉണ്ട് കേട്ടോ. ഉരുണ്ട വരാൽ, അടിപൊളി വരാൽ കണ്ടല്ലോ. വെള്ളം കയറി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ ഒരു ഏരിയ മീൻ നിൽക്കുന്നത്, മീൻ ഏറെടുക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെ മീനെ നോക്കി സ്പോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുന്നത് കേട്ടോ. അല്ലാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിന്നതിനെ ഒന്നും അല്ല നമ്മൾ പിടിക്കുന്നത്. അന്നേരം നമുക്കൊരുപാട് കമൻറ്റ് വരുന്നുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നതിനെ പിടിക്കുന്നു പറഞ്ഞു. ഞങ്ങൾക്കും ബോധമുള്ള ഒരാടേ, ഞങ്ങളും ബോധമുള്ള മനുഷ്യന്മാർ തന്നെ. കണ്ടല്ലേ പാണ്ട മീനൊക്കെ ഇട്ടിട്ട് നമുക്ക് കാസ്റ്റ് അതെ. നമ്മുടെ രണ്ടാമത്തെ മീൻ കണ്ടല്ലേ. ഇടുന്നു, കാസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അങ്ങനെ കറക്റ്റ് ചപ്പനോട് ഏറെടുത്ത് ആദ്യം ഒരു സ്ട്രൈക്ക് ചെയ്യാന്ന് പോയി, രണ്ടാമതൊന്നുകൂടെ എറിഞ്ഞപ്പോൾ നമുക്ക് സാധനത്തെ കിട്ടി. ഈ ഗസ് മീനടിച്ചിട്ടുണ്ട്. മീനടിച്ചിട്ടുണ്ട്. നല്ല ഹെവി സാധനം. പോയടാ എൻ്റെ ദൈവമേ, എന്താ സാധനം അത്. എൻ്റെ പൊന്നു, അയ്യേ, ഓ മുടിഞ്ഞ സാധനം.